തന്തക്ക് വിളിച്ചു ഇതാണ് ഉന്തിയത്. അപ്പോഴാണ് നമ്മൾ അങ്ങോട്ടും നമ്മുടെ കയ്യിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പോയത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിരസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമുക്കെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആറാട്ടണ്ണൻ. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കാരണം ഇദ്ദേഹം ഓരോ സിനിമയ്ക്ക് റിവ്യൂ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നാട്ടുകാരുടെ അടി തലങ്ങും വിലങ്ങും മേടിച്ച് കിട്ടുന്നൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്നത്തെ നമ്മുടെ ആറാട്ടണ്ണൻ അടി കൊണ്ട് തൂറിക്കൊണ്ട് ഒരു ഓടിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്തായാലും നമുക്കിന്ന് ആറാട്ടണ്ണൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്കെന്തായാലും ഇന്ന് ആറാട്ടണ്ണനോട് തന്നെ ചോദിക്കാം, എന്തിനാണ് നമ്മുടെ ആറാട്ടണ്ണനെ സൽമാൻ എന്നൊരു വ്യക്തിയാണ് അടിച്ചത്. അതായത് അവനും അവൻ്റെ കൂടെയുള്ള ഒരു ഗേൾ ഫ്രണ്ട്സും കൂടിയാണ് നമ്മുടെ ആറാട്ടണ്ണനെ തലയ്ക്ക് പിടിച്ചടിച്ചു. ആറാട്ടനെ തലയ്ക്ക് പിടിച്ചൊരു കുത്തു കൊടുത്തു, കാലിൻ്റെ തല്ലി, കാലിൻ്റെ പത്തി തകർത്തോ, കൈ ഇങ്ങനെയൊക്കെ തകർത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആറാട്ടണ്ണനോട് ചോദിക്കാം, എന്തിനാണ് ഇവൻ ആറാട്ടണ്ണനെ തല്ലിയത്. ആറാട്ടണ്ണ, ഒരു കാര്യം ചോദിക്കാം ആദ്യം തന്നെ, എന്തിനാണ് ഈ സൽമാൻ ആറാട്ടണ്ണനെ പിടിച്ച് തല്ലിയത്? ഒന്ന് വിശദീകരിക്കാമോ? എന്തിനാ കളിയാക്കും ചോദിച്ചാണ്. അതിൽ അവർ തട്ടിക്കയറി, പിന്നെ എന്നെ പിടിച്ച് ഇടിക്കുകയോ ചെയ്തു. പിന്നെ ഞാൻ അവിടെ ഒഴിഞ്ഞു പോവുകയാണ്, ഉള്ളിൽ കയറുക. പുറകെ വന്ന് 2-3 എണ്ണം അടിച്ചു, 3-4 എണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യമില്ല. എന്തിനാ ചിരിച്ചാൽ ചോദിച്ചെണ്ണ. ഇവിടെ ഇത് കണ്ട, പിന്നെ ഇവിടെ ലിഗമെന്റ് പ്രോബ്ലം ഉണ്ട്. പിന്നെ നെറ്റിയില് അടിച്ചു. ഇവിടെ ഞാൻ ജസ്റ്റ് എന്താ കളിയാക്കാൻ കാരണം ചോദിച്ചെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ തർക്കം ഉണ്ടായതാണ്. അല്ല, ഇപ്പം ഈ സംഭവം ഒന്നും നടന്നിട്ട് ആറാട്ടണ്ണൻ ഒന്നും പറഞ്ഞില്ലേ ഇവനോട്? എന്തിനാണ് എന്നിങ്ങനെ ഈ പട്ടീനെ പോലെ ഇട്ട് തല്ലുന്നത്, ഇങ്ങനെ ഒരു മൃഗീയമായിട്ട് ഇങ്ങനെ എന്നെ തല്ലുന്നത് ആറാട്ടണ്ണൻ അവനോട് ചോദിച്ചില്ലേ? അതിന്റെ പേരിൽ പിടിച്ച് അടിക്കുകയാണ്. പിന്നെ ഞാൻ പോയപ്പോൾ എക്സിലേറ്റർ പുറകെ വന്നു. പിന്നെ ആ റൂമിൽ കയറില്ല, അവിടെ എല്ലാം വെച്ച് പുറകെ വന്ന് അടിക്കുകയാണ്. അവരുടെ കൂടുതൽ ആൾക്കാർ ഒന്നും ചെയ്തില്ല. എന്തായാലും ഇപ്പം ആറാട്ടണ്ണ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പം ആറാട്ടണ്ണൻ പറഞ്ഞത് സത്യമാണോ എന്ന് നമുക്കറിയില്ല. ഒരു കാര്യം ചെയ്യും, ആറാട്ടണ്ണൻ അപ്പുറത്തെ റൂമിലോട്ട് മാറിയേ. അണ്ട് ഞാൻ സൽമാനും വന്നിട്ടുണ്ട്, നമുക്ക് അവനോടും കൂടി ചോദിക്കാം എന്താണ് സംഭവം ഉണ്ടായത് ചോദിക്കാം. ഇപ്പം ആറാട്ടണ്ണൻ്റെ മാത്രം വാക്ക് കേട്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ആറാട്ടണ്ണൻ്റെ പോക്കൃത്തരം കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആറാട്ടണ്ണനെ അവൻ ഇങ്ങനെ പിടിച്ച് കുത്തണമെന്നുണ്ടെങ്കിൽ ആറാട്ടണ്ണൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് സൽമാനെ വിളിക്കാം, അവനെ പിടിച്ചൊരു കാര്യം ചോദിക്കാം. ആറാട്ടണ്ണൻ തൽക്കാലം മിണ്ടാതെ ആ റൂമിലോട്ട് വരുന്നു കേട്ടോ, അങ്ങോട്ട് വരുന്നു കേട്ടോ. സൽമാനെ, അപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ മനസ്സിലായി. സൽമാൻ ആറാട്ടണ്ണനെ വലിച്ചു കീറുന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആറാട്ടണ്ണൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ വീഡിയോ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആറാട്ടണ്ണൻ കാണിച്ചു, ആറാട്ടണ്ണൻ്റെ കൈ, കാല് തലയ്ക്ക് പിടിച്ച് കുത്തി എന്നാണ് പറയുന്നത്. എന്തെങ്കിലും തലയിൽ മുറിവും യാതൊന്നും കാണുന്നില്ല. എന്താ സൽമാനെ സംഭവം? സൽമാൻ ഇങ്ങനെ ഈ പേപ്പട്ടീനെ തല്ലുന്ന പോലെ നമ്മൾ ആറാട്ടണ്ണൻ ലുലുമാളിൽ കൂടി മൊത്തത്തിൽ ഇങ്ങനെ ഓടിച്ചിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം? ഒന്ന് വിവരിക്കാമോ? ഞങ്ങൾ ആ ഐ ലവ് മെട്രോ എന്ന് എഴുതിയ ആ ഒരു ഏരിയ ഉണ്ട്, ലുലുക്ക് എൻട്രി ഹൈവേയുടെ അവിടെ ഞാനും ഇവളും നമ്മുടെ വേറെ 1-2 ഫ്രണ്ട്സും വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവരിയ്ക്കുകയാണ്. ഞങ്ങളുടെ ഒരു സിനിമയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്യായിരുന്നു. അയാൾ വരുന്നതിന്റെ ഇടക്കാണ് ഈ സംഭവം. അപ്പോൾ ഞങ്ങൾ സംസാരത്തിന്റെ ഇടയിൽ ഞങ്ങൾ കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഇയാൾ നേരെ മുന്നോട്ട് വന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ 2 അടി മുന്നോട്ട് വരുന്ന കാണുന്നത്. അയാൾ വന്നിട്ട് നേരെ ചോദിക്കുന്നത്, നീ എന്തിനാ ചിരിച്ചിരുന്നു? അപ്പൊ എന്റെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി ട്രാക്കിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ എന്റെ മുഖം, എന്റെ ചിരി, ഞാൻ ചിരിച്ച എന്താ കുഴപ്പം എന്നുള്ളതിൽ അപ്പോഴും ഇവര് വെച്ച് കഴിഞ്ഞാൽ ഇയാളെങ്ങനെ വീഡിയോയിൽ കാണുന്നു, അങ്ങനെ മുമ്പിൽ ഒരാൾ വന്നിട്ട് നമ്മളോട് പെട്ടെന്ന് നീ എന്തിനാ ചിരിച്ച്, നീ എന്തിനാ കളിയാക്കിയെന്നൊക്കെ ചോദിച്ച് പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്നോടത്തുനിന്ന് ഞാനൊന്ന് എണീറ്റ്. എന്നാലും സൽമാൻ ഇങ്ങനെ മനുഷ്യനെ അടിക്കാൻ പാടില്ലായിരുന്നു.
കാരണം എന്താണെന്നറിയോ സൽമാനെ, നമ്മൾ ഈ മനുഷ്യനെ വീഡിയോയിൽ കൂടി മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ വേണമെങ്കിൽ പൊട്ടനെന്ന് വേണേൽ വിളിക്കാം. കാരണം ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അല്ലേ. ആ മനുഷ്യനാണിപ്പം സൽമാൻ പിടിച്ച് തല്ലിയത്. ഒരു കാര്യമില്ല. പിന്നെ തന്നോട് ഈ പറഞ്ഞ പോലെ ഈ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ മീറ്റിംഗ് കൂടാൻ വേണ്ടി ആരാ പറഞ്ഞത്? അപ്പം താനും കാണിച്ച പോക്കൃത്തരൊക്കെ തന്നെയാണ്. ചേട്ടാ എന്താ പ്രശ്നം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ അയാൾ ഒരു തെറിവാക്കും കൂട്ടി വിളിച്ചിട്ടാണ് പിന്നെ ഒരു തള്ളു കളിയിട്ട് നീ എന്തിനാണ് ചിരിച്ചത്, എന്തിനാ കളിയാക്കി, നിങ്ങൾ എല്ലാവരും കളിയാക്കും, ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്തക്ക് വിളിച്ചു ഇതാണ് ഉന്തിയത്. അപ്പോഴാണ് നമ്മളങ്ങോട്ടും നമ്മുടെ കയ്യിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പോയത്. അതിനുശേഷം അതിന്റെ ഞങ്ങൾ തമ്മിലുള്ളൊരു കച്ചറ, ഞാനും അയാൾ ഈ ആറാട്ടണ്ണനും തമ്മിലുള്ളൊരു കച്ചറ രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവളെ പുറത്ത് പറയാൻ പറ്റാത്ത രൂപത്തിലൊരു സംഭവം ഭയങ്കര തെറിയായിട്ട് പറഞ്ഞ് അവളുടെ കയ്യമ്മ കയറി പിടിക്കുന്ന സംഭവം. കയ്യമ്മ കയറി പിടിച്ചതിന്റെ അതിനുശേഷം ആ നമ്മുടെ എക്സിലേറ്റർ കയറി കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു സംഭവം. അപ്പം നമ്മൾ കണ്ടല്ലോ, രണ്ട് കൂതറ, രണ്ടും കൂതറ, ആറാട്ടും കൂതറ, സൽമാനും കൂതറ, രണ്ടാമാരും തല്ലുണ്ടാക്കി വന്നിരിക്കുകയാണ്. ആറാട്ടനാണെങ്കിൽ തല്ലുകൊണ്ട് തൂറിയെന്നാണ് അവിടെ കണ്ടു നിന്നവരെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.